നമ്മൾ കഴിഞ്ഞ ആഴ്ച 3-ാം അധ്യായത്തിന്റെ ഈ ഭാഗങ്ങളിലൂടെയാണ് കടന്നുപോയത്. തേജസ്കരണത്തിന് വേണ്ടിയുള്ള ആ ഞരക്കത്തെ കുറിച്ചാണ്. ദൈവത്തിന് മുമ്പിലേക്ക് എക്സ്പോസ്ഡ് ആകുന്ന നമ്മുടെ ആ ഒരു ഇന്നർ സോൾ, അത് കർത്താവിന് മുമ്പിൽ തുറന്നു പോകുന്ന ആ ഒരു ഫ്രീഡം, ഒന്നും അഭിനയിക്കേണ്ടി വരാത്ത അവസ്ഥ, ദൈവത്തിന് മുമ്പിൽ പ്രത്യേകിച്ച് ഒരു അഭിനയവും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു. ദൈവത്തിന് മുമ്പിൽ അഭിനയം ഇല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ അഭിനയിക്കാൻ പറ്റത്തില്ല. ആ എക്സ്പോസ് ചെയ്യാൻ മടിയുണ്ടാവില്ലെന്നുള്ളതാണ്. ശരിക്കും ഉണർവ് നടന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു നാണമില്ലായ്മയുണ്ട്, പാപത്തെക്കുറിച്ച് ഏറ്റു പറയാൻ ലജ്ജയില്ലായ്മ, ആൾക്കാരെന്നെ എങ്ങനെ വിലയിരുത്തുമെന്നുള്ളതൊരു പ്രശ്നമല്ലാതെ വരുന്ന ആ ഒരവസ്ഥയാണ് ശരിക്കും ആ ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി എന്റെ തെറ്റാരിൽ കണ്ടുപിടിക്കുമോ എന്നുള്ള ഭയം എനിക്കില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരികയാണ്. കാരണം ഗോഡ് നോസ് മീ. അപ്പോ എന്താ പറയുന്ന, മറച്ചു വെക്കുന്ന സ്വഭാവങ്ങൾ നഷ്ടപ്പെടുന്ന, അതില്ലാതായി പോകുന്ന ആ ഒരു ക്ലെൻസിങ്ങിനെ കുറിച്ചാണ് ശരിക്കും ആ വാക്യങ്ങളിൽ പറയുന്നത്. എപ്പോഴും പാപത്തിന്റെ കൺഫെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള സെൽഫ് ഇവാലുവേഷനിൽ നമുക്കത് മനസ്സിലാക്കാം. വി ആർ ഓൾ മേക്കിംഗ് മിസ്റ്റേക്സ് ഇൻ വൺ വേ ഓർ അതർ. അത് ലജ്ജ കൂടാതെ കൺഫസ് ചെയ്യാൻ നമുക്ക്, ഇപ്പൊ കുടുംബത്തിലായാലും എവിടെ ആയാലും നമുക്കത് ലജ്ജ കൂടാതെ കൺഫസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ കാര്യമല്ല പറയുന്നത്, നമ്മളിപ്പോൾ മറ്റുള്ള ബോധവാന്മാരാണ്. ആൻഡ് വി വാലോ ഇൻ സെൽഫ് പിറ്റി. പക്ഷെ നമ്മുടെ പെരുമാറ്റങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? ആൻഡ് ഒരു വിശുദ്ധന്റെ ഏറ്റവും വലിയ എബിലിറ്റി എന്ന് പറയുന്നത് അവനെ തന്നെ കാണാനുള്ള, കുഴപ്പങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനുള്ള, അതിനോട് വളരെ കഠിനമായി പ്രതികരിക്കാനുള്ള അവന്റെ ആ കഴിവാണ് ആ വിശുദ്ധീകരണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഹി ക്യാൻ സീ ഹിംസെൽഫ് എവറി ടൈം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഇനി 4-ാം അധ്യായത്തിലേക്ക് കിടക്കുകയാണ്. 4-ാം അധ്യായത്തിൽ നിത്യതയെ കുറിച്ചുള്ള അനേകം കാഴ്ചപ്പാടുകളുണ്ട്. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ 4-ാം അധ്യായമാണ് സംസാരിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം മുഴുവൻ വളരെ ഡീപ്പായിട്ടുള്ള ഗ്ലോറിക്ക് വേണ്ടിയുള്ള ഞരക്കമാണ്, ക്രിസ്തുവിന്റെ തേജസ്സിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അത് ശരിക്കും പൗലോസിന്റെ ഹൃദയം നമുക്ക് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഹി ഹാഡ് ഓൺലി വൺ അംബിഷൻ, ഒറ്റ കാര്യമുള്ളൂ, കർത്താവിന്റെ മഹത്വം. അത് പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടമാണ് നമ്മളിവിടെ എല്ലാം കാണുന്നത്. 4-ാം അധ്യായം തുടങ്ങുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും ദൈവവചനത്തിൽ കൂട്ടുചേർപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ശുശ്രൂഷകളെ കുറിച്ചും മറച്ചു വെക്കാനൊന്നുമില്ല. അതിനോട് മാനുഷികമായ തത്വചിന്തകൾ അതിനോട് കൂട്ടിച്ചേർക്കാനില്ല. ഞാൻ കഴിഞ്ഞ നിങ്ങളോട് പറഞ്ഞതെന്ന് തോന്നുന്നു, ഈ വെളിപ്പാട് പുസ്തകം ഞങ്ങൾ വായിക്കുമ്പം എനിക്ക് ഏറ്റവും വലിയ പേടി, ഞാനത് വായിക്കുമ്പോൾ ഞാൻ എന്റെ എന്തെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കുമെന്ന്. കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ, ഇങ്ങനെ കുരുട്ടുബുദ്ധിക്ക് ഒരു കുറവില്ല. അപ്പം ശരിക്കും ഓരോ കാര്യങ്ങളും ഇതിനോട് കൂട്ടിച്ചേർത്ത് പോകുമോ എന്നൊരു പേടിയോടുകൂടി ഞാനത് വായിച്ചത്. നമുക്ക് അങ്ങനെ മറച്ചു വെക്കാനോ കൂട്ടിച്ചേർക്കാനോ ഒന്നുമില്ല. വചനം എങ്ങനെയാണോ അങ്ങനെ തന്നെ, ദൈവം എങ്ങനെ തന്നിട്ടുണ്ടോ അങ്ങനെ തന്നെ അത് പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പൗലോസ് അഭിമാനത്തോടെ പറയാണ്. ഒരിടത്തും ഹ്യൂമൻ ഫിലോസഫി കൂട്ടിച്ചേർക്കാതെയാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. മാനുഷികമായ ഒരു കാര്യവും നമ്മുടെ സുവിശേഷങ്ങളിൽ ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പോൾ ഇത് നമുക്കെല്ലാം ഒരു പാഠം. പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ കൂടെ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ള സഹോദരങ്ങളൊക്കെ അവർക്കൊക്കെ അറിയാം. വളരെ കഷ്ടപ്പെട്ട് വളരെ മണിക്കൂറിൽ അതിനായിട്ട് സ്പെൻഡ് ചെയ്യും. അതിന്റെ സിസ്റ്റമൊക്കെ നോക്കി കഥകളൊക്കെ ചേർത്ത് അത് വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട് ഒരു കാലത്ത്. ഞാൻ മനസ്സിലായത് ഇത് ജഡമാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റാത്ത മാനുഷികങ്ങളാണ്. ഈ മാനുഷികമായ പ്രയത്നങ്ങളിലൂടെ നമ്മൾ പണിയുന്നത് ബാബിലോണിന്റെ പട്ടണമല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവിക സത്യങ്ങളോട് ഒന്നും നമ്മൾ കൂട്ടുചേർക്കേണ്ട കാര്യമില്ല. അത് അതിൽ തന്നെ നമ്മെ വിടുവിക്കാൻ കഴിവുള്ളതാണ്. സുവിശേഷത്തിന്റെ കൂടെ വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് അതിനെ ശക്തമാക്കേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ വചനത്തിന് വിടുവിക്കാനുള്ള കഴിവുണ്ട്. ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് അതോറിറ്റി. അതിന് പവറുണ്ട്. ഇറ്റ് ഹാസ് പവർ. പവറിന് നമ്മളെ വിടുവിക്കാൻ പറ്റുന്ന ശക്തിയുണ്ട്. കാരണം സംസാരിച്ചത് ദൈവമാണ്. ദൈവത്തിന്റെ ശബ്ദത്തിന് അതിൻ്റെതായ പവറുണ്ട്. വി ഡോണ്ട് നീഡ് ടു ആഡ് എനിത്തിങ് ടു മേക്ക് ഇറ്റ് മോർ അട്രാക്റ്റീവ്. അതിന്റെ ആവശ്യമേ ഇല്ല. ഓക്കെ, വചനം ശക്തമായ കാര്യമാണ്. മനസ്സിലാക്കി കൊടുക്കാൻ പല എക്സാമ്പിൾസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വചനം മനസ്സിലായിട്ട് അതിന്റെ ബേസിസിലായിരിക്കണം. വി ഷുഡ് നെവർ അപ്രോച്ച് ദ ബൈബിൾ ത്രൂ എ സ്റ്റോറി,
ബട്ട് കം ടു എ സ്റ്റോറി ഓൺലി ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ദ ബൈബിൾ. വചനം മനസ്സിലായ ശേഷമേ ഒരു കഥ അതിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാവൂ. കഥയിലേക്ക് വരാം. Because the stories are not going to teach us anything. The Bible, the word of God will teach us. ഉപായം പ്രയോഗിക്കുക എന്ന് പറയുന്നത്, പ്രസംഗത്തിലുള്ള ഉപായങ്ങൾ അനേകമാണ്. അതായത് ഈ പ്രസംഗങ്ങളിൽ കാണിക്കപ്പെടുന്ന ഉപായങ്ങൾ ആളുകളെ ഒരു ബ്രെയിൻ വാഷ്ഡ് ഫ്രൻസിയിലോട്ട് കൊണ്ടുവരാനും പെർസ്വേഡ് ചെയ്യാനും അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞ ആളുകളെ വശീകരിച്ചെടുക്കാനും ദൈവികമായ തേജസ്സിനെ കുറിച്ച് പറയാതെ ലോകത്തെ കുറിച്ച് പറഞ്ഞു ഉപായം പ്രയോഗിച്ചു ആളുകളെ കൂട്ടി ലജ്ജാകരമായ മാനുഷികമായ രീതികളെ വെച്ച് മാനുഷികമായ കാര്യങ്ങളെ വിട്ടിട്ട് ഉപായം പ്രയോഗിക്കുന്നതിനെ അവസാനിപ്പിച്ചിട്ട്, നമ്മൾ ഈ ഉപായം പ്രയോഗിക്കുന്നതിന്റെ ഒരു ടെക്നിക്ക് ഞാൻ പറയാം. പലരും പറയാറുണ്ട് പ്രസംഗം അവസാനിക്കുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് കൺക്ലൂഡ് ചെയ്യണം. അതുകൊണ്ട് ഒരു വിഷയത്തെ കുറിച്ച് 4 പോയിന്റ് ഉണ്ടെങ്കിൽ ഏറ്റവും കുറിക്ക് കൊള്ളുന്ന പോയിന്റ് അവസാനത്തേക്ക് വെച്ചേക്കും. എന്തിനു വേണ്ടിയാന്നറിയാം? ആ പോയിന്റ് ആണ് എന്റെ ഹൈലൈറ്റ്, ആ പ്രസംഗത്തിന്റെ ഹൈലൈറ്റ്. അപ്പൊ തീരുമ്പം ആൾക്കാർ വീട്ടിൽ പോകുമ്പോൾ ഒന്നാലോചിച്ച് നോക്കി, അതൊരു ടെക്നിക്കാണ്. അപ്പൊ ദൈവാത്മാവോട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്ന നല്ലത്, നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇത് ഇന്നത് അവസാനം വെച്ചാൽ അത് നന്നായിരിക്കും എന്നുള്ള അസസ്മെന്റാണ്. സത്യം പറഞ്ഞ ഇന്നത്തെ ശുശ്രൂഷകളിൽ മുഴുവൻ ഈ വേഷം കെട്ട് വളരെയധികം ഉണ്ട്. ഇത് എനിക്ക് എങ്ങനെ അറിയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതിനകത്ത് തന്നെ വന്നതായോണ്ടാണ് അറിയാം. ഗോഡ് സേവ് എനിക്ക് നന്ദിയോടെ പറയാൻ പറ്റും. അപ്പോ ഇറ്റ് ഓൾവേസ് ഹാപ്പൻസ് ടു അപ്പീൽ ടു മെൻ. നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ആളുകൾ അപ്പീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി. എന്ത് പലരും പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടെ ഒക്കെ ഒരു കുറച്ചും കൂടെ ഒക്കെ സ്റ്റൈലായിട്ടൊക്കെ ഇത് പറഞ്ഞു. എനിക്കറിയാം, ഐ ഡോണ്ട് നോ. ഓക്കെ, അപ്പൊ നമ്മൾ ക്രൈസ്റ്റ് അലോൺ, ബൈബിൾ അലോണിലോട്ട് ഗ്രോയിങ് ടു ബൈബിൾ അലോൺ. ബൈബിൾ പ്ലസ് അതർ ബുക്സ് അല്ല, ബൈബിൾ അലോൺ. ബൈബിൾ പ്ലസ് അതർ പീപ്പിൾസ് എക്സ്പീരിയൻസസ്. നോ 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 ബൈബിൾ അലോൺ, സ്ക്രിപ്ചർ അലോൺ. ഓക്കെ, എക്സ്പീരിയൻസ് എല്ലാം നല്ലതാണ്, പക്ഷെ പ്രൈമറിലി ദ ബൈബിൾ ഹാസ് ടു സ്പീക്ക്. ഓക്കെ, അപ്പോ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് വേണ്ടാന്ന് വെച്ച് ഉപയോഗിക്കാതെ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെ മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ പോകുന്നവർക്ക് അത്രേ മറഞ്ഞിരിക്കുന്നു. ഈ സുവിശേഷം മറിഞ്ഞിരിക്കുകയാണെങ്കിൽ, അതായത് ഈ കർത്താവിന്റെ വചനം മനസ്സിലാക്കാൻ എളുപ്പമല്ല. അത് ആർക്കാണ് മനസ്സിലാകുന്നത്? ഞാൻ നേരത്തെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിന്റെ സുവിശേഷം മനസ്സിലാക്കാൻ ആകെ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഹൃദയം തകർന്ന മാനസാന്തരപ്പെടുന്ന ആ ഒരു സ്റ്റേജ്. ബുദ്ധിയുള്ളവർക്കല്ല ഇത് മനസ്സിലാകുന്നത്. ഇത് ലോകത്തിലുള്ള കുറെ ആൾക്കാർക്ക് മറിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ? സുവിശേഷം പറഞ്ഞു നോക്കി, പല ആൾക്കാർക്ക് ഇത് എത്ര പറഞ്ഞാലും ഓപ്പൺ ആവില്ല. അത്ഭുതം തോന്നും. ബുദ്ധിക്ക് കുറവുണ്ടായിട്ടൊന്നുമല്ല, നമ്മൾ ഹൃദയം തുറന്ന് കീഴ് കാണിച്ചു കൊടുത്താലും അവർക്കൊന്നും മനസ്സിലാവില്ല. എത്ര പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്താലും മനസ്സിലാവില്ല. അത് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല, അത് അവർക്ക് വെളിപ്പെടുന്നില്ല. അതിന്റെ കാരണം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അത് നശിച്ചു പോകുന്നവർക്ക് ഇത് വെളിപ്പെടുന്നില്ല എന്നാണ്. അത് വളരെ ക്രൂരമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ എഴുതിയിരിക്കുന്നത്, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ, if the gospel is not revealed and it is hidden to those who are perishing, നശിച്ചു പോകുന്നതിന് വേണ്ടിയുള്ളതാണ്. നശിച്ചു പോകുന്നവർക്കാണ് അത് മറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സുവിശേഷം എല്ലാവർക്കും വെളിപ്പെടുന്നില്ല എന്നുള്ളത് സത്യമാണ്. അതെന്താ നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സുവിശേഷം എല്ലാവർക്കും വെളിപ്പെടുന്നില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല. അത് ഞാൻ പലപ്പോഴും എൻകൗണ്ടർ ചെയ്തിട്ടുണ്ട്. നമ്മളെക്കാൾ ബുദ്ധിയുള്ള എത്രയോ ആൾക്കാർ ലോകത്തുണ്ട്, പക്ഷെ ഇത് മനസ്സിലാകുന്നില്ല. അപ്പൊ ചില ആൾക്കാർ വിചാരിക്കും ഇത് മണ്ടത്തരം ആയതുകൊണ്ട് അവർക്ക് ഇത് എഗ്രി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെയല്ല. ക്രിസ്തുവിന്റെ വിസ്ഡം മനസ്സിലാക്കി കഴിഞ്ഞാൽ there is nothing greater than this wisdom. ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. സുവിശേഷത്തിലൂടെ വരുന്ന ഒരു റൈച്ചസ്നെസ്, ഞാൻ വിശ്വാസത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വിശ്വാസത്തിലേക്ക് വരുന്ന സമയത്ത്
ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നത് ഒരു ശാസ്ത്ര വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയത്ത് ഏറ്റവും കൺസിസ്റ്റന്റ് ആശയക്കുഴപ്പമില്ലാതെ ഒരു വിഷയം അവതരിപ്പിക്കാൻ. അപ്പൊ ശാസ്ത്രത്തിനകത്തൊരു ലോജിക്കുണ്ട്. ശാസ്ത്രം പറയുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ ലോജിക്കിൽ കറക്റ്റ് ആണ്. അതിന്റെ ലോജിക്കിൽ കറക്റ്റ്. അപ്പൊ ഞാൻ ഈ വിശ്വാസം സ്വീകരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഏറ്റവും ലോജിക്കലി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വിശുദ്ധനാക്കാൻ അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആക്കാൻ ലോജിക്കലി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഏക വിശ്വാസം ഇതാണെന്ന് ദൈവം തുറന്നതാണ്. തീർച്ചയായിട്ടും God opened my eyes to see the beauty of that revelation. അത് ഇന്റലക്ച്വലി ഇൻഫീരിയർ ആയിട്ടുള്ള താഴ്ന്ന ഒരു കാര്യമല്ല. ഇപ്പൊ നമ്മളൊന്ന് ഉദാഹരണം പറഞ്ഞേക്കും, ഒരാൾ എന്തുമാത്രം നന്നാവണം, എന്തുമാത്രം നന്നായിട്ട് ഒരാൾ നന്നാവും. നമുക്കൊരു സ്റ്റാൻഡേർഡ് വെച്ചാൽ എവിടെ വരെ വെക്കണം? ആപേക്ഷികമല്ലാത്ത ഒന്ന്. അയാളെക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചാൽ മതിയോ? പോരാ. വി നീഡ് ആൻ അബ്സല്യൂട്ട് സ്റ്റാൻഡേർഡ്. എന്തുമാത്രം നന്നാകണം? ഒരു അബ്സല്യൂട്ട് സ്റ്റാൻഡേർഡ് ലോകത്തിൽ ഒരു മതത്തിലുമില്ല, ഒരു വിശ്വാസത്തിലുമില്ല. മരണം വരെ സ്റ്റാൻഡേർഡ് ഈസ് സെറ്റ്. അപ്പൊ മരണം വരെ എന്ന് ഒരാൾ പറയണമെങ്കിൽ അതിനൊരു മോട്ടീവ് ഉണ്ടാകും. മരണം വരെ ഞാൻ നീതിമാനാകുന്നതിന് എന്താ ഉദ്ദേശം? ഞാൻ ചത്തുപോകല്ലേ? അപ്പൊ സ്നേഹത്തിന്റെ എന്റെ ലിമിറ്റ് മരണം വരെ ഞാൻ സ്നേഹിക്കാൻ എന്നെ നിർബന്ധിക്കണമെങ്കിൽ, ആ വേൾഡ് വ്യൂവിന്, ആ കാഴ്ചപ്പാടിന്, ആ സിസ്റ്റത്തിന് എന്നോടൊരു മറുപടി പറയണം. മരണം വരെ അനുസരിച്ചാൽ എനിക്ക് എന്തിനാ ഞാൻ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ നശിക്കുന്നേ. ഒരാളെ സ്നേഹിച്ച് ഞാൻ നശിച്ചാൽ ഈ ലോകത്ത് എനിക്കൊന്നുമില്ല. ശത്രുവിനെ തല്ലിക്കൊന്നാൽ ഈ ലോകത്തൊന്നുമില്ലാതെ ഞാൻ നശിക്കുകയാണ്. എന്തിനാ ഞാൻ അങ്ങനെ നശിക്കുന്നത്? അപ്പം ഈ സിസ്റ്റം എനിക്കൊരു ഉത്തരം പറയണം. എന്താ ഉത്തരം? There is a resurrection. അപ്പോൾ നന്മ ഉണ്ടാകണമെങ്കിൽ, പെർഫെക്റ്റ് ആകണമെങ്കിൽ, സ്മരണം വരെ ഒരു മനുഷ്യൻ വിശുദ്ധനും നീതിമാനും ആകണമെങ്കിൽ അവന് പുനരുത്ഥാനം എന്ന വാഗ്ദത്വം ഇല്ലെങ്കിൽ പറ്റില്ല. He cannot surpass death. അപ്പൊ റൈച്ചസ്നെസ് ചെയ്യുമ്പോൾ മരണം വരെ എന്ന് പറയണമെങ്കിൽ പുനരുത്ഥാനം പ്രോമിസ് ചെയ്യണം. അത് പുനരുത്ഥാനം പ്രോമിസ് ചെയ്യാൻ പുനരുത്ഥാനം ചെയ്തു വന്ന യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും അത് പ്രോമിസ് ചെയ്താൽ നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ when you are looking at the Christian worldview, അർത്ഥത്തിലും റൈച്ചസ്നെസിന്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്, വിശുദ്ധീകരണത്തിന്റെ കാര്യത്തിൽ, ക്യാരക്ടറിന്റെ കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്, നീതിയുടെ കാര്യത്തിൽ. അപ്പൊ പെർഫെക്റ്റ് ആയിട്ടൊരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ക്ഷമിക്കുന്നത് മരണം വരെയാണ്. അവൻ എന്ത് സംഭവിച്ചാലും ക്ഷമ മാറ്റുന്നില്ല. മരിച്ചോട്ടെ എന്ന് തീരുമാനിക്കണമെങ്കിൽ സ്ട്രോങ് റീസൺ ടു elect death. ആ റീസൺ ആണ് റിസറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിസറക്ഷൻ ഇല്ലാത്ത ആപേക്ഷികമാണ്. പുനരുത്ഥാനത്തിന്റെ പ്രോമിസ് ഇല്ലാത്ത എല്ലാ സിസ്റ്റവും ആപേക്ഷികമാണ്. അപ്പോ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള വേൾഡ് വ്യൂ ആണ്. കാരണം ഇറ്റ് ഗിവ്സ് us a reason to die. ജീവിക്കാനുള്ള കാരണങ്ങൾ നമുക്ക് പലതും ഉണ്ടാക്കാം, പക്ഷെ മരിക്കാനൊരു റീസൺ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വേറൊരാളെ സ്നേഹിച്ച ആൾക്ക് വേണ്ടി മരിക്കാനുള്ള റീസൺ വേറെ ആർക്കും തരാൻ പറ്റത്തില്ല. Only resurrected Lord can explain to us what it means to be good until death. That's why it's the most ക്രിസ്ത്യൻ സിസ്റ്റം എന്ന് പറയുന്നത് മറിഞ്ഞിരിക്കുന്നത് മനസ്സിലാകാത്തവർക്ക്, നശിച്ചു. ദൈവം ഇത് വെളിപ്പെടുത്തി തരുന്നതിന്റെ ബേസിസ് എന്ന് പറയുന്നത് ബുദ്ധിയല്ല, മാനുഷികമായ ബുദ്ധിയിലല്ല ഇത് വെളിപ്പെടുന്നത്. ഇത് ആത്മാവ് നമ്മുടെ കണ്ണു തുറന്ന് തരുന്നതാണ്. ദൈവത്തിന്റെ നീതി നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കുന്നത്? How is a sinner justified by the righteousness of God? ദൈവത്തിന്റെ നീതി എങ്ങനെയാണ് ഒരു പാപിയെ രക്ഷിക്കുന്നത് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ വേറൊരു സിസ്റ്റത്തിനും പാപിയെ രക്ഷിക്കുന്ന കാര്യം പറയാൻ പറ്റാത്തത്. ഇത് കുറച്ചുകൂടെ വിശദമായിട്ട് നമ്മൾ കാണേണ്ട ചിന്താധാരയാണ്. ഞാൻ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഇതിനിടയിൽ എനിക്ക് എന്തെങ്കിലും ഒരു കഥ കിട്ടുവാണെങ്കിൽ അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനും ശ്രമിക്കാം. അല്ലെങ്കിൽ പിന്നെ
നോക്കാം. പുനരുത്ഥാനമില്ലാത്ത ഒരു സിസ്റ്റത്തെ കുറിച്ച് ആലോചിക്കും. പെർഫെക്റ്റ് നീതിയെ കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്നെ ഒരാൾ തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്തുകൊണ്ട് അവനെ തിരിച്ചു തല്ലിക്കൂടാ? എനിക്ക് രക്ഷപ്പെടണ്ടേ? വേണ്ട, നീ മരിച്ചോ എന്ന് പറയാൻ ഒരു റീസൺ വേണം. അതല്ലെങ്കിൽ ഒരു ലിമിറ്റ് വരെ നീ ക്ഷമിച്ചാൽ മതി, പഠിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു ലിമിറ്റ് വരെ നീ സ്നേഹിച്ചാൽ മതി, നിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് ഇപ്പുറത്ത് വരെ സ്നേഹിച്ചാൽ മതി. പെർഫെക്റ്റ് റൈച്ചസ്നെസ് പ്രസംഗിക്കാൻ പറ്റില്ല. പ്രസംഗിച്ചാൽ യു ഷുഡ് ഗിവ് ആൻ എവിഡൻസ് ഓഫ് റിസറക്ഷൻ. അല്ലെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലുമുള്ള നീതി, എല്ലാ ലോക വ്യവസ്ഥകളിലുമുള്ള നീതി ആപേക്ഷികമാണ്. കുറച്ച് നന്നാകാൻ പറ്റും, അത്ര പഠിപ്പിക്കാനും പറ്റുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ നീതിയും പ്രവൃത്തിയാലാകുന്നത്. പ്രവൃത്തികളാലുള്ള നീതി എന്ന് പറയുന്നത് ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ പറ്റില്ല. അതിന്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാല്, വൺ കമാൻഡ്മെന്റ് ആൻഡ് ഒബേ ഒരിക്കലും അനുസരിക്കാൻ പറ്റില്ല. യു കനോട്ട് ബിക്കം പെർഫെക്റ്റ് ഇൻ യുവർ ഫ്ലഷ്. അപ്പൊ ക്രിസ്തുവിന്റെ നീതിയാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഞാൻ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ. പെർഫെക്റ്റ് റൈച്ചസ്നെസ്. അപ്പൊ ഈ ആപേക്ഷികത സിദ്ധാന്തമൊക്കെ പഠിക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് ഇതെല്ലാം ആപേക്ഷികമാണ്. അപ്പം മത്തേ ചേട്ടനേക്കാളും ഞാൻ സ്നേഹമുള്ളവനാണ്, അതുകൊണ്ട് അവനേക്കാൾ നല്ലപോലെയാണ് ഞാൻ പിള്ളേരെ സ്നേഹിക്കുന്നത്, വളർത്തുന്നത്. ഓക്കെ, അപ്പൊ എന്നെ ദൈവം അംഗീകരിച്ചു? ഇല്ല, ഒരു രക്ഷയില്ല. എന്നെക്കാളും വലിയ തോമാച്ചായൻ അപ്പുറത്ത് കാണും. എല്ലാം ആപേക്ഷികമാണ്. യേശുക്രിസ്തുവിലല്ലാതെ ബാക്കിയുള്ള എല്ലാ നീതിയും. യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു ലിമിറ്റ്. അപ്പൊ ഇതും നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ ഒരു കാര്യം അറിയാം, only through Christ and his righteousness is perfectly righteous. ഒരു വഴിയിലും പെർഫെക്ഷനെ കുറിച്ച് പ്രസംഗിക്കാൻ പോലും കഴിയില്ല. No one other than Christ can give a perfect way. അപ്പൊ ഇത് ബുദ്ധി ഇല്ലാത്തവരുടെ ഒരു കാര്യമല്ല, പക്ഷെ ഇത് ബുദ്ധിമാന്മാർക്ക് വെളിപ്പെടുകയില്ല. ഇത് വെളിപ്പെടുന്നത് ദൈവത്തിന്റെ കൃപയാണ്, അത് പ്യുവർ ഗ്രേസ് ആണ്. എത്ര ദൈവത്തിന് നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇത് ശരിക്കും നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസ് ഓഫ് ഹോപ്പ്, സാൽവേഷൻ ഫ്രം സിൻ. ഓക്കെ, അത് നശിച്ചു പോകുന്നവർക്ക് അത് മറിഞ്ഞിരിക്കുന്നെന്ന്. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തെ ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പൊ ഈ വാക്യം നോക്കിയേ, എന്തുകൊണ്ട് അത് ശോഭിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി എന്നാ പറയുന്നത്. അപ്പൊ ശരിക്കും ഈ ജോൺ വെസ്ലിയുടെ കാലത്തുണ്ടായ ഒരു ദുരുപദേശമാണ് പ്രിവിനിയന്റ് ഗ്രേസ് എന്ന് പറയുന്ന ഒരു ഉപദേശം. പ്രിവിനിയന്റ് ഗ്രേസ് നമ്മള് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ലോകത്തുള്ള സകല മനുഷ്യർക്കും വിശ്വസിക്കാനുള്ള കഴിവ് ലഭിച്ചു എന്നും യേശുക്രിസ്തുവിന്റെ സുവിശേഷം മനസ്സിലാക്കാൻ മാത്രമുള്ള കണ്ണ് അവർക്ക് എല്ലാവർക്കും തുറന്നുവെന്നും ഇനി വിശ്വസിക്കുമോ ഇല്ലയോ എന്നുള്ളത് അവരവരുടെ വോളീഷൻ തീരുമാനമാണെന്നുമാണ് ഈ പ്രിവിനിയന്റ് ഗ്രേസ് എന്നുള്ള തിയറി പഠിപ്പിക്കുന്നത്. അതായത് ക്രിസ്തു ക്രൂശിൽ മരിച്ച സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ആ വാക്യത്തെ കുറിച്ച് നമ്മൾ ജോൺ തോമസ് പാസ്റ്റർ കഴിഞ്ഞ ഒരു ദിവസം നമ്മുടെ ഞായറാഴ്ച ആരാധനയിൽ സംസാരിച്ചതാണ്. അപ്പോൾ അവർ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാനുള്ള ഒരു എബിലിറ്റി, വിശ്വസിക്കാനുള്ള ഒരു കഴിവ് സകല ജാതികൾക്കും ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് വേദപുസ്തകത്തിൽ വ്യക്തമായ എവിഡൻസ് ഒന്നും ഇല്ലെന്ന് മാത്രമല്ല, ഈ വാക്യം അതിനെതിരുമാണ്. ഈ വാക്യം പറയുന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം ശോഭിക്കാതിരിക്കാൻ അവിശ്വാസികളുടെ ഹൃദയത്തെ ഈ ലോകത്തിന്റെ കുരുടാക്കി കളഞ്ഞു എന്നാണ്. ഈ ലോകത്തിന്റെ ദൈവം ഉദ്ദേശിക്കുന്ന പിശാചിനെ നമുക്കറിയാം. അപ്പൊ പിശാച് കുരുടാക്കി അവിശ്വാസികളുടെ ഹൃദയത്തെ കേട്ടോ. അപ്പൊ ഇതിനൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നൊന്നും നമ്മൾ ബൈബിളിനോട് ചോദിക്കരുത്, കാര്യമില്ല, ഉത്തരം കിട്ടത്തില്ല.
അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഉത്തരവുണ്ട്, പക്ഷെ കിട്ടത്തില്ല നമുക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് ലോജിക്കലി ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കാര്യമാണ്, പിന്നെന്താ ഇതിന് ഉത്തരവില്ലാത്തെന്ന് ചോദിക്കാം. ഈ ലോജിക്കലി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്താല്, ഈ ലോജിക്കലി കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സംശയമില്ലാതെ സുസ്ഥിരമായ ഉപദേശം. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചാൽ എന്താ ഉത്തരവില്ലാത്തതെന്ന് വേണമെങ്കിൽ. ഇതിന്റെ കാരണം, ഇതിനുത്തരം മാനുഷികമായ രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ സർവാധികാരത്തിനെതിരെ ആയിരിക്കും നമ്മളൊരു പരാമർശം നടത്തുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ പരമാധികാരം ഇൻ രക്ഷ, അത് മാറ്റി വെച്ചിട്ടേ നമുക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ലോജിക്കലി കൺസിസ്റ്റന്റ് ആകണമെങ്കിൽ ടു സ്റ്റാൻഡ് ബൈ ഗോഡ് ആൻഡ് ഗോഡ്സ് ഡിഗ്രി, അല്ലെങ്കിൽ നമുക്കത് പൂർണ്ണമായും കൺസിസ്റ്റന്റ് ആകാൻ, സുസ്ഥിരമായ ഒരു ഉപദേശമാക്കി മാറ്റാൻ സാധിക്കില്ല. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു വേറൊരു അർത്ഥത്തിൽ, വേറൊരു രീതിയിൽ. അപ്പോൾ ഇവിടെ പറയുന്നത് എല്ലാവർക്കും പ്രിവിനിയന്റ് ഗ്രേസ് കിട്ടിയെന്നല്ല. യേശുക്രിസ്തു മരിച്ചപ്പോൾ എല്ലാവരുടെയും ചങ്ങല പൊട്ടി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അവന്റെ ജനം, അവൻ മുന്നറിഞ്ഞവർ, അല്ലെങ്കിൽ അവൻ മുന്നമേ തെരഞ്ഞെടുത്തു, അവരാണ് രക്ഷിക്കപ്പെടുന്നത് എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പം അതിന്റെ താഴെ ചാറ്റ് വിൻഡോയിൽ നമുക്ക് അറിയാമല്ലോ, പതിവ് ഉള്ളതുപോലെ എഴുതാം. ഇതിനകത്ത് ഒത്തിരി സംശയങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാനിത് പറയുന്നത് only as an exegesis of the Bible. ബൈബിൾ എന്ത് പറയുന്നു? അവിശ്വാസികളെ വെറുതെ കുരുടാക്കി. I don't have a doubt because Paul said so. നശിച്ചു പോകുന്നവർക്ക് സുവിശേഷം പ്രകാശിക്കുന്നില്ല. ഓക്കെ, ഐ അഗ്രി. Paul said so. പോൾ അങ്ങനെ പറഞ്ഞു, ഐ അഗ്രി. ആ എഗ്രിമെന്റ് ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസി ഇല്ല. ഞാൻ സമ്മതിച്ചു, അത്രേ ഉള്ളൂ, തർക്കമില്ല. നമുക്ക് വേണേൽ തർക്കിക്കാം, പക്ഷെ അപ്പോസ്തലന് വേണ്ടി തർക്കിക്കാൻ നമുക്ക് കഴിയില്ല. ആ വാക്യം അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വേറെ അർത്ഥത്തിൽ ഈ വാക്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഞങ്ങളെ തന്നെ അല്ല, യേശുവിനെ കർത്താവെന്നും ഞങ്ങളെ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും അത്രേ ഞങ്ങൾ വിളിക്കുന്നത്. അപ്പൊ ശരിക്കും പൗലോസ് ഇവിടെ പറയുന്നത്, ഞങ്ങളുടെ സുവിശേഷത്തിന്റെ ചുരുക്കം നിങ്ങളുടെ അടുത്തേക്ക് എത്തിയപ്പോൾ സംഭവിച്ച 2 കോൺസിക്വൻസസ് ഉണ്ട് ഞങ്ങൾക്ക്. ഒന്ന്, യേശു ക്രിസ്തു ഞങ്ങളുടെ കർത്താവ്, അതിന് മാറ്റമില്ല. ഹി ഈസ് മൈ ലോർഡ് ഓൾ ദ. പിന്നെ രണ്ടാമത് നടന്ന വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഐ ബിക്കെയിം യുവർ സെർവന്റ്. അതാണ് ഈ ദൈവദാസന്മാരെന്ന് പറയുന്നത് ദൈവത്തിന്റെ ദാസന്മാരാണോ മനുഷ്യരുടെ ദാസന്മാരാണോ? നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? നമ്മൾ സാധാരണ ദൈവദാസന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ ദാസന്മാരെന്നാണ്. ശരിയാണ്. അതേ സമയത്ത് ഇവിടെ പൗലോസ് എന്താ പറയുന്നത് നോക്കി, യേശുക്രിസ്തുവിനെ കർത്താവെന്നും ഞങ്ങളെയോ യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാരെന്നും. അപ്പൊ നിങ്ങളെന്ന് പറയുന്ന ആരാ? അപ്പൊ നിങ്ങളുടെ ദാസൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഉടനെ ഗമ കാണിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആരും ഗമ കാണിക്കണ്ട. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെന്ന് പറയുന്നത് ഇതെന്താ, നിങ്ങളെന്ന് പറയുന്നത് സഭയാ, നിങ്ങളാ. നിങ്ങൾ ഒരാളല്ല. നിങ്ങൾ ഒരാളുടെ ദാസനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദാസനാണല്ലോ. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളുടെ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ ആ ബോഡി, ക്രിസ്തുവിന്റെ ബോഡി, ആ ബോഡിയുടെ, ആ ശരീരത്തിന്റെ ദാസന്മാർ, അതിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അതിന്റെ ഓരോ അവയവങ്ങളെയും മിനുക്കാൻ വേണ്ടി ആൾക്കാർ. ശുശ്രൂഷ നടക്കുന്ന ഇവിടെയാണ്, ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ്. സോ ഗോഡ് ഗിവ്സ് എ സാലറി ആൻഡ് വി വർക്ക് ഹിയർ എമംഗ് ദ സെയിൻസ് ഓഫ് ദ ലോർഡ്. അപ്പൊ നിങ്ങളുടെ ദാസന്മാരെന്ന് പൗലോസ് പറഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് വെറുതെ ദാസന്മാരാക്കിയേക്കണ്ട. യേശു ക്രിസ്തുവിന്റെ സഭയുടെ ദാസന്മാരാണ്. അതേസമയം ഓരോരുത്തർക്കും ദാസന്മാരാണ് താനും. അവിടെ കുറവ് വരുത്തേണ്ട കാര്യമില്ല. ഓരോ മനുഷ്യർക്കും നമ്മൾ ദാസന്മാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ദാസ്യത്വം നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒരു ഡിസിപ്ലിനാണ്. We need to take that voluntarily, the last spot.
അത് നമ്മുടെ ഡിസിപ്ലിന്റെ ഭാഗമാണ്. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കാതെ നമുക്ക് ചെയ്യേണ്ടത് മാത്രം. പിന്നെ വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഈ കാലത്തുള്ള ഈ പാസ്റ്റർമാർക്ക് കിട്ടുന്ന റെഫറൻസ് ആണ്. അതൊരു വലിയ ഇടർച്ചക്കല്ലായിട്ട് ഒട്ടും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒട്ടും ബഹുമാനിക്കാതായാൽ വലിയ പ്രശ്നമാവും. ഒരു കൂട്ടു സഹോദരനെ എങ്ങനെ ബഹുമാനിക്കണം അതുപോലെ ഒരു പാസ്റ്ററെ ബഹുമാനിക്കേണ്ട കാര്യമുള്ളൂ. Don't think that he is a special being with a special anointing. No, not at all. Special ministry, okay. Special gift, but not special anointing. He is only a man like you. നിങ്ങളെ പോലെ തന്നെ ഉള്ള ആൾക്കാർ. പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചു, ഭയങ്കര സന്തോഷമായി, അങ്ങനെ വേണ്ട. ആ സഭയിൽ ഏറ്റവും കുറഞ്ഞ ആൾ പ്രാർത്ഥിച്ചാലും, നിങ്ങൾ കുറഞ്ഞ ആളെന്ന് വിചാരിക്കുന്ന ആൾ പ്രാർത്ഥിച്ചാലും അതിനേക്കാൾ ചിലപ്പം ദൈവം അനുഗ്രഹിക്കുമായിരിക്കും. ഓക്കെ, പാസ്റ്റർമാരെല്ലാവർക്കും എനിക്ക് മനസ്സിലായി. അടുത്ത വാക്യം, യേശു നിമിത്തം നിങ്ങളുടെ ദാസന്മാർ എന്നിവർ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അപ്പം ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുക്രിസ്തു ആരാണെന്നും കർത്താവ് ഞങ്ങൾ ഏൽപ്പിച്ചത് എന്താണെന്നുമാണ്. ഓക്കെ, അടുത്ത വാക്യം. അപ്പം ഇരുട്ടിൽ നിന്ന് പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയം പ്രകാശിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ നേരത്തെ 3-ാം അധ്യായത്തിൽ കണ്ട മുഖം ഹൃദയം കണക്ഷൻ കണ്ടോ? അവിടെ നമ്മൾ എന്താ പറഞ്ഞ? മൂടുപടം ഹൃദയത്തിൽ നീങ്ങുമ്പോ, ഹൃദയത്തിലല്ലേ മൂടുപടം കിടന്ന ആദ്യം? 3-ാം അധ്യായത്തിൽ ആദ്യം എവിടെ? ഹൃദയത്തിലാണ് മൂടുപടം കിടന്നത് അല്ലേ? കർത്താവിലേക്ക് തിരിയുമ്പോ ആ മൂടുപടം നീങ്ങിപ്പോ ഹൃദയം ദൈവത്തിന് മുമ്പിൽ തുറന്നു വരും. പക്ഷെ ഹൃദയം ശരിക്കും ദൈവത്തിന് മുമ്പിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പ്രത്യേകത നമുക്കുണ്ടാവും. എന്താണെന്നറിയോ? ഹൃദയത്തിൽ എന്ത് തോന്നുന്നോ അത് മാത്രമേ മുഖത്ത് വരുള്ളൂ. അതിന്റെ പുലിവാൻ എന്താണെന്ന് പിടികിട്ടിയോ? ഹൃദയത്തിൽ തോന്നുന്നതല്ല മുഖത്ത് തോന്നുന്ന അവസ്ഥ എന്താ? ഒരാളെ ഹൃദയത്തിൽ എന്ത് തോന്നുന്നു അത് തന്നെ വെളി വന്നുള്ള അവസ്ഥ മോശമായിരിക്കും അല്ലേ? അപ്പൊ ശരിക്കും ഹൃദയത്തിലെ മൂടുപടം മാറിയാൽ അതിന്റെ എഫക്റ്റ് ആദ്യം കാണുന്ന എവിടെ ആയിരിക്കും? നമ്മുടെ മുഖത്തായിരിക്കും. പക്ഷെ ക്രിസ്തുവെങ്കിലേക്ക് മൂടുപടം മാറിയതെങ്കിൽ മുഖത്ത് കുശും ഒരിക്കലും വരില്ല. ക്രിസ്തുവെങ്കിലേക്ക് തിരിയുമ്പോഴാണ് മൂടുപടം മാറിയതെങ്കിൽ അകത്ത് ഭയങ്കര സന്തോഷവും തേജസ്സും വരും. അതായിരിക്കും മുഖത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് കർത്താവിന്റെ മുമ്പിൽ തുറക്കാം എന്ന് പറയുന്നത്. നമുക്ക് ലഭിക്കുന്നത് കർത്താവിനുള്ള സ്വാതന്ത്ര്യമാണ്. ഹൗ ബ്യൂട്ടിഫുൾ അല്ലെ ദൈവത്തിന്റെ വചനം. ഇവിടെ ഈ 4-ാം വാക്യം വരുമ്പോഴേക്കും അവിടെ പറയുന്നത്, ഇരുളിൽ നിന്നും വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം യേശു മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പം ഹൃദയം ഒരു മൂടുപടം ഇട്ട് ഭയങ്കര ഇരുട്ടായിരുന്നു. യേശുക്രിസ്തുവിന്റെ വെളിച്ചൊടിച്ചപ്പോഴേക്കും ഇരുട്ടിനകത്തുനിന്ന് പ്രകാശം ഉണ്ടായി. പറയുന്ന പോലെ ഞങ്ങൾ അന്ധകാരത്തിൽ കിടന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ദൈവം യേശുക്രിസ്തുവിന്റെ പ്രകാശം അടിപ്പിച്ചു. അപ്പോഴേക്കും അകത്തുള്ളതെല്ലാം വെളിയിൽ വന്നു. പാപത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ നിലവിളിച്ച് കരഞ്ഞു, കർത്താവിനോട് മാപ്പ് പറഞ്ഞു. എന്റെ ഹൃദയം തുറന്ന് ആ ഇരുട്ടങ്ങ് മാറി വ്യാപിച്ചു. അത് മുഖത്ത് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വെളിച്ചമായിരുന്നു. ഇന്ന് ഹൃദയത്തിൽ എന്താണോ നിറഞ്ഞിരിക്കുന്നത് അത് യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വെളിച്ചമായിട്ട് വേറൊരു ദിവസം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മുഖത്ത്, ക്രിസ്തുവിന്റെ മുഖത്ത് കാണുന്നതാണ് നമ്മൾ ഇന്ന് ഹൃദയത്തിൽ കാണുന്നത്. അപ്പൊ നാളെ നമ്മൾ പെട്ടെന്ന് കുറെ തേജസ്സും കർത്താവ് തരുവല്ല ചെയ്യും. ഞാനും അങ്ങനെ വിചാരിച്ചോണ്ടിരുന്നു. പക്ഷെ റോമാലേഖനത്തിൽ പറയുന്നത്, 8-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളിൽ വെളിപ്പെടുവാനുള്ള തേജസ് എന്നാണ്. വാട്ട്സ് ഇൻ യുവർ ഹാർട്ട് നൗ, അത് നാളെ മുഖത്ത് ക്രിസ്തുവിലേക്ക് നോക്കുന്നവരെല്ലാം പ്രകാശിതരാകും. നമ്മുടെ ഹൃദയം പ്രകാശിക്കും.
നമ്മൾ ഓരോ സമയത്ത് യേശു എന്ന പകരക്കാരനിലേക്ക് നോക്കുന്തോറും നമ്മൾ പ്രകാശമുള്ളവരായിട്ട് മാറും. ആ പ്രകാശം നമ്മുടെ ഹൃദയങ്ങളെ, അത് പൗലോസ് പറയുന്നുണ്ട്, ഈ ഭൗമികമായ ശരീരം അഴിഞ്ഞു പോയിട്ട് അതിന് മുകളിൽ, അടുത്ത വാക്യം അങ്ങോട്ട് വരുമ്പോ അങ്ങനെയൊക്കെ പറയുന്നത്, അത് ഭൗമികമായതും ധരിക്കണം. കാരണം ഈ കളിമൺ പാത്രങ്ങളിൽ ദൈവം തന്നിരിക്കുന്ന തേജസ് അതിമഹത്തായ ഒരു തേജസ്സാണ്. ആ കളിമൺ പാത്രങ്ങളിൽ ദൈവം ഇപ്പൊ തന്നിരിക്കുന്ന തേജസ്, ആ പാത്രം അതിമഹത്തായ തേജസ് ഉള്ള ഒരു പാത്രം, ഒരു ഭവനം, പാർപ്പിടം ഞങ്ങൾ ഇതിന്റെ മേലെ അണിയുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ഈ പ്രകാശം ഞങ്ങളുടെ മുഖത്തുണ്ടാകും എന്നാണ്. ഇതെങ്ങനെ ഇതൊക്കെ നമ്മൾ പ്രത്യാശയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നറിയാം? ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് സോ, സുവിശേഷം അത്ര വിശിഷ്ടമാണ്. ഇത് ചുമ്മാ പറയുന്നതല്ല. നമ്മള് വെറും ബുദ്ധി കൊണ്ട് നോക്കിയാലും there is no one who can be compared to Christ. Not even an idea. ഒരാശയം ലോകത്തൊരിടത്തും. പക്ഷെ അത് ഇത്രയും ഒബ്വിയസ് ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. യെശയ്യാ പ്രവാചകന്റെ 53-ാം അധ്യായം കയ്യിൽ വെച്ചോണ്ടാണ് ഇന്നും യഹൂദന്മാർ വിശ്വസിക്കാതിരിക്കുന്നത്. ലോകത്തിലുള്ള ഏത് മനുഷ്യനോടും ചോദിച്ചാൽ അറിയാം, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ച ഒരു ദൈവപുരുഷനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു ഉള്ളൂ. അറിയാം. അതറിയാൻ വയ്യാത്ത സകല മനുഷ്യരുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടെന്ന്. ക്രിസ്തുവിനെ പോലെ ആരും ഇല്ലെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ലോകത്ത്? അവനെ കുറിച്ച് കേട്ടിട്ടുള്ളവരെ? ഒരു കുറ്റവും പറയാനില്ലാത്ത ദൈവപുരുഷനായ ക്രിസ്തു, ദൈവമനുഷ്യനായ ക്രിസ്തു. പക്ഷെ വിശ്വസിക്കുന്നില്ല. അവർ മൂഢമായതിലേക്ക് തിരിയുന്നു, നിഗൂഢമായതിലേക്ക് തിരിയുന്നു. അല്ലെ? ശരിയല്ല ഞാൻ പറയുന്നത്? അവിശ്വാസിയോട് ചോദിച്ചാലും ശരിയാ. കാരണം they all know Christ is perfect, but they cannot accept it. They don't want this perfection. അവർക്ക് വെളിച്ചം വേണ്ട. ഇരുളിനെ സ്നേഹിക്കുന്ന ജനത്തിന് വെളിച്ചം അസ്വസ്ഥതയാണ്. They don't want that light. ഇവിടെ പൗലോസ് പറയാണ്, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇത്രയും അവിശ്വാസികളുടെ കുരുടത്വമുള്ള ഈ ഹൃദയങ്ങളിൽ ദൈവം അടിച്ചിരിക്കുന്ന പ്രകാശം, അത് എത്ര സ്തുതിച്ചാലും മതിയാകാത്ത ഒരു പ്രകാശമാണ് ദൈവം ഞങ്ങളുടെ ഹൃദയത്തിൽ അടിപ്പിച്ചിരിക്കുന്നത്. തേജസ്സിനെ സംബന്ധിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഈ ഹൃദയത്തിനകത്ത് തേജസ് ഉണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിന്റെ എഫക്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഹൃദയത്തിനകത്തുള്ള തേജസ്സിനെ എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത്? അടുത്ത വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി എങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനം അത്ര എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. നമ്മൾ നല്ല ഗോൾഡൻ പാത്രത്തിനകത്ത് നിന്നാണ് ഈ പ്രകാശം വരുന്നതെങ്കിൽ ആ പാത്രത്തെയും കൂടെ ചേർത്തേ നമ്മൾ മഹത്വപ്പെടുത്തുള്ളൂ. ഓ, എന്തൊരു പാത്രം, എന്തൊരു തേജസ് എന്ന് പറയുള്ളൂ. ഈ സ്വർണത്തിന്റെ മിന്നലും അകത്തുള്ള ട്രഷറിന്റെ മിന്നലും, പക്ഷെ വെറും ഒടഞ്ഞു പോകുന്ന കളിമണ്ണിനകത്ത് ഈ പ്രകാശം വരുമ്പോഴും ആരും കളിമണ്ണിനെ ശ്രദ്ധിക്കില്ല, ആരും ഈ കുടത്തെ ശ്രദ്ധിക്കില്ല. അതിനകത്തുനിന്ന് വരുന്ന തേജസ്സെ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ ഈ കളിമണ്ണിനകത്ത് ആരാ അങ്ങനെ ചിന്തിക്കൂ? ഇത് ഞങ്ങളുടെ ഈ കളിമണ്ണിന്റെ ആണോ തേജസ്? അല്ല. ഇത് ഞങ്ങളുടെ സ്വന്തമല്ല എന്ന് വരേണ്ടത്. ഇപ്പം നമുക്ക് പൗലോസിനെ സ്വന്തമല്ല നിർബന്ധമായിരുന്നു. കാരണം സുവിശേഷം ദൈവികമാണ്, ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണെന്ന് അറിയാം. അപ്പൊ ദൈവത്തിന്റെ തന്നെയാണ്. അത് മനസ്സിലാക്കിക്കാൻ ദൈവം എന്താ ചെയ്തത്? കളിമൺ പാത്രങ്ങളെ തിരഞ്ഞെടുക്കുക ചെയ്തത്. ഒരു മിടുക്കുമില്ലാത്ത പാത്രങ്ങളെ തിരഞ്ഞെടുക്കുക. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എത്രയോ ബുദ്ധിയുള്ളവരും സൗന്ദര്യമുള്ളവരും കഴിവുള്ളവരൊക്കെ ലോകത്തുണ്ട്, പണമുള്ളവരുണ്ട്. ഇവരൊന്നും ദൈവം തിരഞ്ഞെടുക്കാത്ത എന്താ? ഏറ്റവും വലിയ എക്സാമ്പിൾ യേശുക്രിസ്തു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ പൂർ ചോയ്സ്. മനുഷ്യരുടെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിയാൽ വെരി പൂർ ചോയ്സ്. 12 ബെസ്റ്റ് ആൾക്കാരെ ഞാനാണ് എടുത്തത്. പക്ഷെ കർത്താവ് എടുത്തത് ബലഹീനതയാണ്. എന്തിനാ? യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ഇവരെല്ലാം ഓടിപ്പോയി, ഭയപ്പെട്ട് ഓടി. ആരും വഴിക്ക് പോലും വന്നില്ല.
എന്നിട്ട് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, രാജ്യദ്രോഹിയായിട്ടാണ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നത്. സീസറിനെതിരെ എന്നുള്ളതാണ് കുറ്റം. അപ്പൊ രാജ്യദ്രോഹിയായിട്ട് ഒരാളെ ക്രൂശിച്ചാൽ അവന്റെ മുഴുവൻ അകത്താണ്. അതുകൊണ്ടാണ് ഒരു വന്ന് നീ ആ ഗലീലക്കാരന്റെ കൂടെ ഉള്ളവനല്ലേ ചോദിച്ചപ്പം പൗലോസ് പേടിച്ചു പോയത്. കാരണം നമ്മുടെ നാട്ടിലൊരു അവന് സിനിമയ്ക്ക് കൊടുത്തവൻ ഉൾപ്പെടെ, അവന് വാടകയ്ക്ക് വീട് കൊടുത്തവൻ ഉൾപ്പെടെ, അവനെ ഓട്ടോയിൽ കൊണ്ടുപോയവൻ ഉൾപ്പെടെ എല്ലാം അകത്താവും. അപ്പൊ നമ്മുടെ സഹോദരിമാർ ചിലപ്പം ചില വീരവാദം പറയാറുണ്ട്, ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഞായറാഴ്ച രാവിലെ ശവക്കല്ലറിലോട്ട് ഓടാൻ സുന്ദരമായിട്ട്, ബാക്കിയെല്ലാം പേടിത്തൊണ്ടന്മാരായി കാത്തിരിക്കുമായിരുന്നു എന്നൊക്കെ നമ്മുടെ സഹോദരിമാരെയൊക്കെ സംസാരിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് വെറുതെയാ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ രാജ്യദ്രോഹികളായിട്ട് സ്ത്രീകളെ ഒന്നും ക്രൂശിക്കുന്നില്ലായിരുന്നു, പുരുഷന്മാരെയായിരുന്നു ക്രൂശിച്ചുകൊണ്ടിരുന്നത്. സ്ത്രീകൾ ഈ പണിക്ക് പോകത്തില്ലായിരുന്നു. അവരും എന്റെ തുണിയൊക്കെ നെയ്തും വീട്ടുപണിയൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാരെയൊന്നും ക്രൂശിക്കത്തില്ല. പൊളിറ്റിക്സിനകത്തൊന്നും സ്ത്രീകൾ അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് അവർക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നുള്ളൂ. നമ്മുടെ സഹോദരങ്ങൾ ഇറങ്ങിയായിരുന്നെങ്കിൽ പിടിച്ചിട്ട് പോയാൽ അപ്പൊ തന്നെ. അതുകൊണ്ട് അവർ ഒളിച്ചിരിക്കുമായിരുന്നു. എന്നിട്ട് ഇതേ മനുഷ്യരെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പം ധൈര്യമായിട്ട് വെളിയിലോട്ട് ഇറങ്ങി, ഞങ്ങൾ മരിക്കാൻ തയ്യാറാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയ ഒരു ഇറക്കം ഉണ്ടല്ലോ. അപ്പൊ ആൾക്കാർക്കറിയാം കളിമൺ പാത്രം പേടിത്തൊണ്ടന്മാര് എന്തോ കണ്ടിട്ട് തന്നെയാണ് ഇറങ്ങിയെന്ന് ആൾക്കാർക്ക് മനസ്സിലായി. ഒരു പട്ടണക്കാരൻ അവന്മാരുടെ ധൈര്യം കണ്ടോ എന്ന് പറയായിരുന്നു. പക്ഷെ ഇവന്മാർക്ക് പറയാൻ ധൈര്യം ഇല്ലല്ലോ. അപ്പൊ ശരിക്കും പോയ ആൾക്കാര് ധൈര്യമായിട്ട് വന്ന് ഞങ്ങളെ കൊന്നോ, ഞങ്ങൾ എന്ന് പറഞ്ഞ ആ ധൈര്യമാണ് ആൾക്കാര്. അതാണ് സാക്ഷ്യം. ഈ ശക്തി ഉണ്ടല്ലോ, ആ സാക്ഷ്യം ഞങ്ങളുടെ സ്വന്തമല്ല. പോലീസ് പറയുന്നു ഞങ്ങളുടെ സ്വന്തമല്ല, അത് ദൈവത്തിന്റെ ശക്തി. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. അതുകൊണ്ട് ബലഹീനരെ ദൈവം തിരഞ്ഞെടുക്കും, ജ്ഞാനമില്ലാത്തവരെ തിരഞ്ഞെടുക്കും. ആൾക്കാർ ഇങ്ങനെ പറയാൻ വേണ്ടി, എന്റെ ദൈവമേ നീ അവന് കൊടുത്ത പറ്റില്ല, അങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അത്യന്ത ശക്തി എന്ന് പറയേണ്ടത് ഈ നിക്ഷേപം ഞങ്ങൾക്ക് കളിമൺ പാത്രങ്ങളിലാണ് ഉള്ളത്. അപ്പൊ രണ്ട് എക്സിസ്റ്റൻസ് ആണ് അർത്ഥത്തിൽ പറഞ്ഞ. ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാല് കളിമൺ പാത്രം വളരെ ദുർബലമാണ്, പക്ഷെ അകത്ത് തേജസ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം നോക്കിയാൽ. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ, എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. എന്തുകൊണ്ടാ? അത്യന്ത ശക്തി കാരണം. അതെപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്? വിശ്വസിച്ചാൽ മതി. അതിന് ടൈമൊന്നുമില്ല. ബിലീവ് യു ഹാവ് ഇറ്റ്, യു ഹാവ് ഇറ്റ്, ബിലീവ്. അതാ കറക്റ്റ്. ബിലീവ് യു ഹാവ് ഇറ്റ് അല്ല, യു ഹാവ് ഇറ്റ്, ബിലീവ്. യു ഹാവ് ഇറ്റ്, സോ യു ബിലീവ്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനം. ഈ നിക്ഷേപം ഞങ്ങൾ കളിമൺ പാത്രങ്ങളിലാവുന്നുള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നു. ബുദ്ധിമുട്ടുണ്ട്, നിരാശയില്ല. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ലോകം മുഴുവൻ ഉപേക്ഷിച്ചാലും കർത്താവ് ഉപേക്ഷിക്കുന്നില്ല. നമ്മുടെ അകത്ത് പുത്രത്വത്തിന്റെ ഉറപ്പാ, അഷുറൻസാ. ഐ ബിലോങ് ടു മൈ ലോർഡ്, ഹി ഗേവ് ഹിസ് ഓൺ സൺ ഫോർ മീ. എനിക്ക് വേണ്ടി. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അപ്പൊ ഈ മരണം എവിടെ, ഇപ്പൊ യേശുവിന്റെ ജീവൻ എവിടെ വെളിപ്പെടണം? ശരീരത്തിൽ എന്നാ പറയുന്നത്. അപ്പൊ ശരിക്കും ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കത്തുന്ന വെളിച്ചം പ്രവൃത്തികളായി, നമ്മുടെ ട്രാൻസാക്ഷൻസിലൂടെ, നമ്മുടെ ഇടപെടലുകളിലൂടെ അത് മനുഷ്യരിലേക്ക് ഒഴുകുന്ന ജീവന്റെ ജലമായി
നമ്മളെ കാണുന്നവർക്ക് അത് മനസ്സിലാകുന്ന രീതിയിൽ ആ ശക്തി, അത്യന്ത ശക്തി വെളിപ്പെട്ടു വരേണ്ടതിന് ഓരോ നിമിഷവും ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ മരണം അനുഭവിക്കുന്നു. യേശുവിനെ വെളിപ്പെടുത്തേണ്ടതിന് ഞങ്ങളുടെ മരണം. പൗലോസ് പറയുന്ന അവന്റെ മരണത്തിന്റെ കൂട്ടായ്മ, ത്തിന്റെ കൂട്ടായ്മ. എക്സ്പീരിയൻസ് ബോത്ത് മൈ ഡെത്ത് ആൻഡ് ക്രൈസ്റ്റ് ലൈഫ്. യേശുക്രിസ്തുവിന്റെ ജീവൻ എന്റെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് ഞാൻ അവന്റെ മരണത്തെ എന്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അപ്പൊ ഓരോ നിമിഷവും നമ്മള് ഈ കൊരിന്ത്യർ ലേഖനത്തിന്റെ 1-ാം അധ്യായം വായിച്ചപ്പം നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം വായിച്ചപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ശക്തിക്ക് മീതെ ഭയം. നമുക്കുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന ശക്തിയുടെ മുകളിൽ ഭയം വരും. വിശ്വാസത്തെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചും തക്ക സമയത്ത് ഭയം ഉണ്ടാകും. ഒരു സാധനം പറയാം, അങ്ങനെ അനുഭവിച്ചു എന്ന് പറയാം. അങ്ങനെ ഒരു ഭീകര മരണത്തിൽ വരാതെ, അതായത് ശക്തിക്ക് മേളിൽ ഭയം വന്ന് അങ്ങനെ ഒരു ഭീകര മരണം ഉണ്ടാകാതെ കർത്താവ് ഞങ്ങളെ സംരക്ഷിച്ചു. ഇവിടെ പറയുമ്പോഴേ ഓരോ സമയത്തും ആ മരണത്തിന് ഇങ്ങനെ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ആ ഭീകര മരണത്തിനല്ല, ഏത് സമയത്തും ഫിസിക്കൽ ഡെത്ത് സംഭവിക്കാവുന്ന ഒരവസരത്തിലേക്ക് വീണ്ടും വീണ്ടും ഞങ്ങൾ തള്ളപ്പെടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശരീരത്തിലെ മരണാനുഭവം, യേശുവിന്റെ കഷ്ടാനുഭവം, ആ മരണാനുഭവത്തോടുള്ള താതാത്മ്യം പൂർത്തിയാകാൻ വേണ്ടി വീണ്ടും വീണ്ടും ഞങ്ങൾ ഇങ്ങനെ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആസ് എ ഡിസിപ്ലിനിങ് ഇൻ അവർ ലൈഫ്. ഇപ്പൊ മരണം എപ്പോഴും മുമ്പിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുക ശിഷ്യന്മാരെ സംബന്ധിച്ച്. എന്തിനാ അങ്ങനെ കിടക്കുന്നത്? നമുക്ക് ആ ശരിക്കും ക്രിസ്തുവിന്റെ മരണത്തിനുള്ള പങ്കാളിത്തം നമ്മുടെ ശരീരത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതിന് വേണ്ടി. God arranges such situations where we sometimes lose our confidence. Sometimes we feel so lonely. Sometimes we feel abandoned, but we are not abandoned. നമ്മൾ അങ്ങനെ അനുഭവപ്പെടാം, പക്ഷെ അബാൻഡൻഡ് ആകുന്നില്ല. നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്നില്ല. തളർന്നു പോകാം, പക്ഷെ ഉപേക്ഷിക്കപ്പെടുന്നില്ല. We are never abandoned by the Lord. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപിച്ചു. അപ്പോ ഇവർ രണ്ടുപേരിലും അത് മരണവും ജീവനും വ്യാപിക്കണം. അതാണ് ശരിക്കും വേണ്ടത്, അല്ലേ? എന്റെ മരണവും യേശുക്രിസ്തുവിന്റെ ജീവനും, അത് എല്ലാ വിശ്വാസികളിലും വ്യാപരിക്കുന്ന കാര്യമാണ്. പക്ഷെ പൗലോസ് ഒരു ആലങ്കാരികമായിട്ട് പ്രയോഗിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്, അതായത് ഞങ്ങൾ ഈ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നത് കൊണ്ട് നിങ്ങളിൽ യേശുവിന്റെ ജീവൻ വ്യാപരിക്കാനിടയായി. സോ വി എക്സ്പോസ് അവേഴ്സെൽസ് ടു ഹാർഡ് റിസ്ക്സ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യു ഗോട്ട് ലൈഫ്. അപ്പൊ ഞങ്ങളിൽ ഈ മരണത്തിന് ഞങ്ങൾ വീണ്ടും വീണ്ടും ഫിസിക്കൽ ഡെത്തിന് ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളിൽ ജീവൻ വ്യാപരിക്കുന്നതിന് കാരണമായിട്ട്. ശുശ്രൂഷ എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ശുശ്രൂഷ, കർത്താവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് പറഞ്ഞ പോലെ, when Christ calls a man, he calls him, come die. വരിക, മരിക്കുക. Die to yourself. Okay. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു. അപ്പൊ വിശ്വാസം നൽകുന്ന ദൈവത്തിന്റെ ആത്മാവ്. നിങ്ങൾ വിശ്വസിച്ചിട്ട് ആത്മാവിനെ പ്രാപിച്ചു എന്നല്ലേ വേദോസ് ചോദിക്കുന്ന ചോദ്യം, അല്ലേ? ആത്മാവിനെ പ്രാപിക്കുന്നത് എങ്ങനെയാ? വിശ്വസിച്ചിട്ടാണ്. ആത്മാവിന്റെ ആ ശുശ്രൂഷ നമ്മൾ അനുഭവിക്കുന്നത് വിശ്വസിച്ചിട്ടാണ്. പക്ഷെ ഇവിടെ പറയുന്നത് വിശ്വാസത്തിന്റെ അതേ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസം തന്ന ആത്മാവൊന്നും അത് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇതെല്ലാം മ്യൂച്വലാണ്. എപ്പോഴും ആദ്യം എന്താ വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരേ സമയത്താണ് ആത്മാവ് വരുമ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. ദാറ്റ് ഹാപ്പൻസ് സൈമൾട്ടേനിയസ്ലി. വിശ്വാസം ഉണ്ടാകുന്നത് when spirit comes, gives us life, we believe, and when we believe, we get more of that power. Okay. അത് ആദ്യം എന്ത്, എപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ആദ്യം റീജനറേഷൻ നടന്നു. നമ്മൾ
വിശ്വസിക്കുന്നത്. കണ്ണ് തുറന്നത് കൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കണ്ണ് തുറന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റായിരുന്നു. സോ ഫസ്റ്റ് റീജനറേഷൻ കംസ് ആൻഡ് ദെൻ റിപ്പന്റൻസ്. അത് ആൾക്കാര് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. മാനസാന്തരപ്പെട്ടിട്ടല്ലേ ബ്രദറെ പുതിയ ജീവൻ പ്രാപിക്കുന്നത്? ആണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് കണ്ണ് ആദ്യം തുറന്നു കിട്ടണ്ടേ? ഞാൻ ചെയ്യുന്ന പാപമാണ്, എനിക്ക് പുതിയൊരു ജീവനുണ്ട്, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു നോക്കി എനിക്ക് മനസ്സിലായാലല്ലേ എനിക്ക് മാനസാന്തരപ്പെടാൻ പറ്റും. ഐ നീഡ് മൈ ഐസ് ടു ബി ഓപ്പൺ ബൈ ദ. ദൈവത്തിന്റെ കൃപയാണ് നമ്മുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. ഫുള്ളി ഹിസ് ഗ്രേസ്. അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതുകൊണ്ട്. അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? ഞങ്ങൾക്കുള്ളതിനാൽ, എന്തുള്ളതിനാൽ? ആത്മാവുള്ളതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വി ബിലീവ് ബിക്കോസ് വി ഹാവ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾ അറിയുന്നു. വി നോ ഇറ്റ്. എങ്ങനെ അറിയാതെ? അകത്ത് തന്നിരിക്കുന്ന ഈ ദിവ്യശക്തിയാൽ അറിയാം. നമ്മൾ അതിനകത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. നമുക്ക് ഓരോ ദിവസവും സപ്ലൈ കിട്ടുന്നുണ്ടെങ്കിൽ, ദൈവിക അനുഗ്രഹങ്ങളുടെ സപ്ലൈ കിട്ടുന്നുണ്ടെങ്കിൽ, വി ആർ ഷുവർ ദാറ്റ് വി വിൽ റീച്ച് ദാറ്റ് ഇൻഹെറിറ്റൻസ്. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നത് ഇതാണ്. IAS ആഗ്രഹിക്കുകയാണ്, IAS കാരനാകണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു ഡോക്ടർ ആവാൻ പോകാൻ അപ്പന്റെ കയ്യിലെ പൈസ മതി ഇന്നത്തെ കാലത്ത്. ഡൊണേഷൻ ഒക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലൊക്കെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജോടെ അഡ്മിഷൻ ഒക്കെ വാങ്ങിക്കാം. പക്ഷെ ടു ബിക്കം എ കളക്ടർ, ഒരു IAS ഓഫീസർ, ഹി നീഡ് സോ മച്ച് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന പണം മാത്രമല്ല, പണം കുറച്ച് മതി. പക്ഷെ ഇന്റലക്ച്വൽ ഫാക്കൽറ്റീസ്, ബുദ്ധിപരമായ കാര്യങ്ങൾ, കൊഗ്നിറ്റീവ് എബിലിറ്റി, ഒത്തിരി കാര്യങ്ങളുണ്ട്. റിസോഴ്സസ്, ലൈബ്രറി, നല്ല അഡ്വൈസേഴ്സ്, ട്രെയിനിങ്, ഇതെല്ലാം നമുക്ക് ഈ ആവശ്യമാണ്. അപ്പൊ ഒരു കുട്ടി ഇങ്ങനെ IAS കാരനാണ് ആഗ്രഹിക്കുന്നത്, റിസോഴ്സ് ഒന്നും കിട്ടുന്നില്ല, ഓർമ്മയിലൊന്നും നിൽക്കുന്നില്ല, ആരും സഹായിക്കാനില്ല, അങ്ങനെ ഒരു പതുക്കെ പതുക്കെ ഹോപ്പ് അങ്ങ് ഇല്ലാതായിപ്പോ. എന്നാൽ സമയത്ത് ഈ റിസോഴ്സ് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, അവർ നല്ല ഓർമ്മയാണ്, പഠിക്കുന്ന നല്ല ഓർമ്മയാണ്, നല്ല ഗൈഡൻസ് ഉണ്ട്, നല്ല പുസ്തകങ്ങൾ കിട്ടുന്നുണ്ട്, എല്ലാം നല്ലപോലെ മുന്നേറുന്നുണ്ടെന്ന് അവന് തോന്നുവാണെങ്കിൽ കുറയോ വർദ്ധിക്കും. അപ്പൊ ഞങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് തന്ന ശക്തി ഉള്ളത് കൊണ്ട് ഞങ്ങളുടെ പ്രത്യാശ ഇല്ല. ഓരോ ദിവസവും ഈ ആത്മാവിന്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു. ഓരോ ദിവസവും ക്രിസ്തുവിന്റെ എക്സലൻസിൽ ജീവിക്കാൻ റിസോഴ്സസ് ഞങ്ങൾക്ക് ലഭിക്കുന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു കുറവുമില്ല. അതുകൊണ്ട് റിസോഴ്സിന് ഒരു കുറവില്ല. അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിന് ഒരു വേവറിങ് സംഭവിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ അറിയുന്നു, ഞങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് ഞങ്ങൾ ഉയർപ്പിക്കും. നിങ്ങളുടെ ഉള്ളിൽ അതേ ആത്മാവാണ്, നിങ്ങൾ ഉയർത്തും. നമ്മളെല്ലാവരും ഒന്നിച്ച് കർത്താവിന്റെ മുമ്പിൽ പോയി നിൽക്കും. അതെനിക്ക് നല്ല ഉറപ്പാണ് എന്ന് പൗലോസ് പറയുന്നു. അടുത്ത വാക്യം പറയുന്നത്, അപ്പൊ ഇൻഷുറൻസ് ഓഫ് സാൽവേഷൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൗലോസിനെ ഇപ്പൊ ഓടി തികഞ്ഞൊന്നും ഒരു ബോധ്യവും ഇല്ല, അനുസരിച്ചൊന്നും ചിന്തിക്കുന്നില്ല. ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നു അറിയാം, ഞങ്ങൾ വെറും ബലഹീനരാണെന്നും അറിയാം. അതൊന്നും അറിയത്തില്ല. അപ്പോൾ എങ്കിലും ഈ ഒരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ ഒരു ദിവസം കർത്താവിനെ പുറത്തെ ദാറ്റ്സ് ഷുവർ എന്ന് ഞങ്ങൾ അറിയുന്നു. പെരുങ്ങി ദൈവത്തിന്റെ സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. അപ്പം നിങ്ങളെ പോലുള്ള ആളുകൾ രക്ഷിക്കപ്പെട്ട് തേജസ്സിൽ നിൽക്കുമ്പോൾ, ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, നമ്മളെ തെരഞ്ഞെടുക്കുമ്പോൾ പിശാചൊക്കെ വിചാരിച്ചാണ് എന്തൊരു തെരഞ്ഞെടുപ്പ് ഇത്, എത്രയോ നല്ല മനുഷ്യരുണ്ട്, ഞാനാണ് ഇവന്മാരൊന്നും തെരഞ്ഞെടുക്കത്തില്ലായിരുന്നു പിശാച് പറഞ്ഞു കാണുമായിരിക്കും അല്ലെ? തീർച്ചയായിട്ടും പറഞ്ഞു കാണുമായിരിക്കും. കർത്താവ് എടുത്തേക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ, എന്തെങ്കിലും ഗുണമുള്ളവരാണോ? പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ കർത്താവിന്റെ അടുത്തേക്ക് അവന്റെ തേജസ്സോടുകൂടെ നിൽക്കുന്നു. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, എടുത്തത് എങ്ങനെയാണെന്നുള്ളതല്ല പ്രശ്നം, എങ്ങനെയുള്ള ആൾക്കാരെന്നുള്ളത്, എടുത്തത് ആരാന്നുള്ളതാണ് കാര്യം. തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മളെ ആരെയാണെന്നുള്ളതാണ്, തെരഞ്ഞെടുത്തവൻ ആരാണ് എന്നുള്ളതാണ് കാര്യം. അപ്പൊ മഹത്വം മുഴുവൻ ആർക്കാണ്? ദൈവത്തിനാണ്. മഹത്വം മുഴുവൻ ദൈവത്തിനാണ്.
കൃപ പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന്, സ്തോത്രം ഉയരേണ്ടതിന്, കർത്താവിന് മഹത്വം വർദ്ധിക്കേണ്ടതിന് നിങ്ങളെ പോലുള്ള ആൾക്കാർ നിമിത്തമാണ്, നമ്മൾ നിമിത്തമാണ് കർത്താവ് ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നത്, ഈ വെളിപ്പാടുകൾ നൽകുന്നത്, ഉറപ്പ് നൽകുന്നത്. കാരണം ഇതെല്ലാം ദൈവത്തിന് സ്തോത്രം വർദ്ധിപ്പിക്കാം. നമ്മളെ പോലുള്ള ആൾക്കാര് തേജസ് പ്രാപിച്ച് കർത്താവിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴേക്കും അത് വലിയ സ്തോത്രത്തിനും സ്തുതിക്കും അത്ഭുതത്തിനും കാരണമായി തീരുകയാണ് ചെയ്യുന്നത്. കാരണം ഏറ്റവും ബലഹീനമായത് നമുക്ക് ഉറപ്പുണ്ടോ നമ്മളവിടെ ചെല്ലുമെന്ന്, തേജസ് പ്രാപിക്കുമെന്ന്? ആ ഉറപ്പാണ് നമ്മുടെ ശക്തി. വി ഡോണ്ട് ബിലോങ് ഹിയർ, നമ്മൾ ഇവിടെ ഉള്ളവരല്ല. ആ അഷുറൻസ് ആണ് നമ്മളെ രക്ഷിക്കുന്നത്. 16, 18 വാക്യങ്ങൾ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. എനിക്കിന്ന് 4ാമത്തെ പ്രസംഗത്തിലേക്ക് ഞാൻ പോവുകയാണ്. ഉച്ച കഴിഞ്ഞ് 2 കഴിഞ്ഞ് എനിക്കതിന് ഇല്ല ശരിക്കും. അതുകൊണ്ടാണ് കറക്റ്റ് 7:40 ഞാൻ ജോയിൻ ചെയ്തത്. ഇനി ഇത് കഴിഞ്ഞ ഉടനെ 9 മണിക്ക് അടുത്ത മീറ്റിംഗ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ വാക്യപ്പോ തീരുന്നപ്പം നമ്മൾ നിർത്തും. ഓക്കെ, കുറെ ക്വസ്റ്റ്യൻസ് വന്ന് കിടപ്പുണ്ട്. ഞാൻ ഓക്കെ, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാം. എന്തുകൊണ്ട് അധൈര്യപ്പെടാത്തത്? ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ഈ ഉറപ്പ്. ഈ വിശ്വാസി, പ്രത്യേകിച്ചും ഉപദേശിക്ക് കിട്ടുന്ന ഉറപ്പ് എന്താണെന്നറിയോ? നിങ്ങൾക്ക് കിട്ടാത്ത ഒരു വലിയ ഉറപ്പ് ഞങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും. അതെന്താന്ന് ഞാൻ പറയാം, സീക്രട്ടാണ്, എന്നാലും പറഞ്ഞേക്കാം. ഇപ്പൊ ഞങ്ങൾ ഈ ശുശ്രൂഷകളിൽ സംസാരിക്കുമ്പോൾ അനേകം ആളുകളിലേക്ക് ദൈവം അനേകം ആളുകളിലേക്ക് അവന്റെ ആത്മാവിനെ പകരുകയും വിശ്വസിപ്പിക്കുകയും കൃപയിലേക്ക് നടത്തുകയൊക്കെ ചെയ്യുന്ന ഞങ്ങൾ കാണുന്നുണ്ട്, അല്ലെ? ശുശ്രൂഷകരെല്ലാം അത് കാണുന്നുണ്ടാവും. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ മുമ്പിൽ പറയാം, അവരെല്ലാം കർത്താവ് അവന്റെ തേജസ്സിലോട്ട് നടത്തുന്നുണ്ട്. അത് നമുക്ക് കാണാം. വിശുദ്ധന്മാരെ നമ്മുടെ ചുറ്റും അസംബിൾ ചെയ്യിപ്പിക്കുന്ന ഒരു കാഴ്ച, അല്ലെ? കർത്താവിന്റെ തേജസ്സിലേക്ക് പോകുന്ന ആൾക്കാരെ കിട്ടുന്ന ഒരു കാഴ്ച, അത് എല്ലാവർക്കും കിട്ടില്ല. അത് സുവിശേഷകർക്കാണ് ഇത് കൂടുതൽ കാണാൻ പറ്റുന്നത്. അപ്പൊ ഒരു ആഡഡ് അഷുറൻസ് ആണ്, ഒരു ഉറപ്പാണ്. കാരണം ദൈവം തെരഞ്ഞെടുത്ത അനേക ആളുകളുടെ നടുവിലാണ് ഞങ്ങൾ എപ്പോഴും പോയി നിൽക്കുന്നത്. അപ്പൊ അവരിലെല്ലാം പെരുകി വരുന്നത് കാണുന്നതുകൊണ്ട് ഈ കൃപയുടെ അഷുറൻസ് എന്താണെന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചിന്തിച്ചാൽ അങ്ങനെ മനസ്സിലാക്കാം. പൗലോസ് അതാ പറയുന്നത്, അനേകരിൽ ഈ കൃപ പെരുകി സ്തോത്രം വർദ്ധിപ്പിക്കുന്നത് കാണുന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യമുണ്ട്. അയച്ചെന്നും ദൈവം ചെയ്യുന്നതെന്നും ദൈവം ഇതെല്ലാം നടത്തുന്നതെന്നും ഞങ്ങളുടെ കൺമുമ്പിൽ ഞങ്ങൾ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. So that gives additional assurance other than what the Holy Spirit speaks to me in my heart. ഞാൻ രഹസ്യമാണ് പറഞ്ഞത്, അതങ്ങനെ ഇരിക്കട്ടെ. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുമെങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പറയും. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എന്റെ ഓർമ്മശക്തി വളരെ മോശമാണ്. പ്രത്യേകിച്ചും പേരുകൾ ഓർക്കുന്ന കാര്യത്തിൽ ഒരു രക്ഷയില്ല, ഒരു ഓർമ്മയില്ല. എനിക്ക് മുഖം ഓർക്കാൻ പറ്റുന്നില്ല. ഞാൻ നന്നാവൂല എന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ഓരോ ദിവസം ചെല്ലുന്തോറും വി ആർ മാർച്ചിങ് ടു അവർ എക്സിറ്റ്. അപ്പൊ ക്ഷയിച്ചുകൊണ്ടായിരിക്കുന്നത്, വളർന്നുകൊണ്ടല്ല ഇരിക്കുന്നത്. നാളെ ചിലപ്പോ ഒന്നും ഓർമ്മയില്ലാതെ വന്നേക്കാം. ചിലപ്പോ ഈ ലോകത്തുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം ഓർക്കുന്നുള്ളതായിരിക്കാം. മരണം ശരീരത്തെ അങ്ങനെ വ്യാപിച്ചേക്കാം. ബൈബിളൊക്കെ എന്താന്ന് പോലും മറന്നു പോയേക്കാം. പക്ഷെ അകത്തെ ആത്മാവ് ഒരു കുലുക്കം ഉണ്ടാവില്ല. കാരണം ആ ആന്തരികമായ ഒരു അഷുറൻസിനെ കുലുക്കി കളയാൻ കഴിയില്ല, അതിനെ അസ്തമിപ്പിക്കാൻ കഴിയില്ല. കാരണം ശരീരം ക്ഷയിച്ചാലും ക്ഷയിക്കാതെ കർത്താവിലുള്ള നമ്മുടെ ഉറപ്പ്. അതാണ് ഇവിടെ പറയുന്നത്. എങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം. ഈ വാക്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അവസാനത്തെ വാക്യം, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തനവധിയായ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഈ ഹേതുവാകും എന്നുള്ള കാര്യം പലപ്പോഴും പല മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇടയാക്കിയിട്ടുണ്ട്.
ഹേതുവാകുന്നു. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാ ഈ ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം ഞങ്ങൾ കാര്യമാക്കാത്തത്? കഷ്ടം മാറി, നോ, ഞങ്ങൾ അതല്ല നോക്കുന്നത്, പുറമേ ഉള്ളതല്ല കാണുന്നത്. ഇത് എങ്ങനെ തേജസ്സായി മാറുന്ന ഞങ്ങൾ ഉയരത്തിലേക്ക്, നിത്യതയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, കാണാത്ത തേജസ്സിനെ നോക്കിക്കൊണ്ടിരിക്കുക. കഷ്ടം അനുഭവിക്കുമ്പോൾ കഷ്ടം, ഈ കഷ്ടത്തിലൂടെ വരുന്ന തേജസ് എന്ന് കിട്ടുമെന്ന്. ഈ കഷ്ടത്തിലൂടെ എങ്ങനെ തേജസ് വരുന്നത്? ആ ഹേതുവായി എന്നുള്ള വാക്ക് പലപ്പോഴും റോമൻ കാത്തലിക് ചർച്ചകളിലൊക്കെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇടയാക്കിയിട്ടുണ്ട്. അവര് മനഃപൂർവ്വം പോയി കഷ്ടം അനുഭവിക്കും എന്ന് പറഞ്ഞാൽ ക്രൂശെടുത്തോണ്ട് നടക്കും, മുട്ടയിലിഴയും, അപ്പൊ അതെല്ലാം കഷ്ടങ്ങളിലൂടെ ഇങ്ങനൊരു ചിന്ത ഉണ്ടാവും. അപ്പൊ അത് തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ കഷ്ടങ്ങൾ തേജസ് പ്രാപിക്കാൻ ഒരു കാരണമാണെങ്കിൽ നമ്മൾ അനുഭവിച്ചാൽ മതിയോ? കഴിഞ്ഞ ദിവസം ഒരു രസകരമായ ഒരു പ്രാർത്ഥന, ഒരു ആഹ്വാനം ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കിട്ടി. ഭയങ്കര രസമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും പള്ളിയുടെ കപ്പക്കാലയിൽ പുല്ല് പറിക്കാൻ ഒരു ആഹ്വാനമായിരുന്നു. എന്താ പറയാ, നമുക്ക് സ്വർഗത്തിൽ പോകാനും അനേകം ആളുകൾ ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി നമുക്ക് വിശ്വാസത്തോടെ ഈ പുല്ല് പറിക്കാം എന്ന് പറഞ്ഞാൽ വാട്ട് ദേ ആർ ഡൂയിങ് ദെയർ, അനേകം ആളുകൾ രക്ഷിക്കുന്ന വിശ്വസിക്കുന്ന പുല്ല് പറിക്കുമ്പോൾ. കാരണം മൈ സഫറിങ്, അങ്ങനെ ഞാൻ പോയി സഫർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം മറ്റുള്ളവർക്കോ നാടിനോ എന്റെ പാപപരിഹാരത്തിനോ? എന്താണ് ഈ കഷ്ടത ഹേതുവായി ഉണ്ടാകുന്ന തേജസ്? നമുക്ക് ഈ വിഷയങ്ങൾ അടുത്ത ദിവസം സംസാരിക്കാം. അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ വൈകിട്ട് 6:45 തന്നെ ആയിരിക്കും. ഇന്ന് ഈ റഷ്യനിടയിലായതുകൊണ്ടാണ് 1 മണിക്കൂർ മുമ്പോട്ട് മാറ്റേണ്ടി വന്നത്. ഓക്കെ. അത്യന്താനവധിയായ തേജസിന്റെ നിത്യഘനം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഹേതുവാകുന്നു. അപ്പൊ ഈ കഷ്ടത എല്ലാം ഞങ്ങൾക്ക് എന്തായിട്ടാ മാറുന്നത്? തേജസ്സായിട്ടാ മാറുന്നത്. കാരണമാണെന്നാ, ഹേതു എന്ന് പറഞ്ഞാൽ കാരണമെന്നാ. അപ്പൊ കഷ്ടത കാരണമാണ് ഞങ്ങൾ തേജസ്കരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ റോമർ 8:17 രൂപയ്ക്ക് കൊണ്ട് മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടുന്നതിന് കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പൊ കഷ്ടം അനുഭവിച്ചാലേ തേജസ് ലഭിക്കൂ എന്നാണ് ആ വാക്യവും പറയുന്നത്. നമുക്ക് തിങ്കളാഴ്ച ദിവസം, ഇന്ന് ഇനി സമയമില്ല, തിങ്കളാഴ്ച നമുക്ക് ഇത് കാണാം. കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ. ഈ വാക്ക് ഞാൻ പലയിടത്തും വിശ്വാസത്തെ കുറിച്ച് പറയാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും കാണാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇറ്റേണൽ തിങ്സ്, നിത്യമായ കാര്യങ്ങൾ, സമയത്തിനപ്പുറം ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന നിത്യമായ വാഗ്ദത്തങ്ങൾ. കാണുന്നതല്ലത്. തേജസ് കാണുന്നതല്ല, നീതി കാണുന്നതല്ല, വിശുദ്ധീകരണം കാണാൻ പറ്റുന്നതല്ല, ക്രിസ്തുവിൽ നമ്മളുള്ളത് കാണുന്നതല്ല, ക്രിസ്തു നമ്മളിൽ വസിക്കുന്നത് കാണാൻ പറ്റത്തില്ല. സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കാണുന്ന കാര്യങ്ങളല്ല, കാണാത്ത കാര്യങ്ങളാണ്. സമയത്തിൽ പെരിഷ് ചെയ്തു പോകുന്ന കാര്യങ്ങളല്ല, പെരിഷ് ചെയ്യാത്ത നിത്യമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങോട്ട് കഷ്ടതകൾ നമുക്ക് കാരണമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ തേജസ്സിലേക്ക് ഞങ്ങളെ നയിക്കുകയും അത് ഞങ്ങൾക്കൊരു ആഗ്രഹമായി മാറുകയും ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലഹീനതകൾ അവിടെ ഞങ്ങൾ ആന്തരികമായി ഞങ്ങളെ ശക്തീകരിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ നടത്തിപ്പിനായി എല്ലാം ഞങ്ങൾ അങ്ങ് നന്ദി പറയുന്നു. കർത്താവെ, അവിടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങേ മാത്രം നോക്കുവാൻ, നിത്യതയിലേക്ക് നോക്കുവാൻ, കാണാത്തതിനെ നോക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് നോക്കാം പെട്ടെന്ന്. ഹൃദയം, മനസ്സ്, വ്യത്യാസം. അതായത് പലപ്പോഴും ഹൃദയം എന്ന വാക്ക് ബൈബിള് ആത്മാവിനെ കുറിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. എല്ലായിടത്തും ഒരുപോലെയല്ല. അത് നമ്മുടെ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രോബ്ലമാണ്. എല്ലായിടത്തും ഒരുപോലെ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഹൃദയം, മനസ്സ്, ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ ആത്മാവിൽ എന്നുള്ള ഒരു ധ്വനിയാണ്. ഓക്കെ, ആക്ച്വലി വൈ ഡു വി ആസ്ക് അതേഴ്സ് ടു പ്രേ ഫോർ us ആൻഡ് വൈ ഷുഡ് വി ആസ്ക്? തീർച്ചയായിട്ടും പൗലോസ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടല്ലോ. പൗലോസ് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം നമ്മൾ ബലഹീനരാകാം ചില സമയത്ത്. നമ്മൾ ഉറപ്പ് പോയവരായോ നിരാശപ്പെടുന്നവരായിട്ടൊക്കെ ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റും. നമ്മളെ വിശ്വാസത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് പലപ്പോഴും അനുഭവപ്പെടാൻ പറ്റും. അനുഭവിക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. റിയാലിറ്റി ഡസ് നോട്ട് ചേഞ്ച് വിത്ത് അവർ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസിൽ പലപ്പോഴും നമ്മൾ ബലഹീനതയുള്ളവരായിട്ട് കാണാം. അപ്പൊ വേറൊരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തിങ്സ് ഹാപ്പൻ. ദൈവം പ്രാർത്ഥന കേൾക്കുന്നുണ്ട്.
അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ദൈവം കേൾക്കുന്നുണ്ട്. God listens to all prayers. Okay. Can you explain how my death developed life in another? അത് ആ പൗലോസ് പറയുന്നത് ഓരോ സമയത്തും ഞങ്ങൾ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയാണ്. അത് ശുശ്രൂഷയിലാണ് സംഭവിക്കുന്നത്. അപ്പൊ ശുശ്രൂഷയിലെ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ശുശ്രൂഷ ജീവൻ വ്യാപരിക്കാൻ വേണ്ടിയാണ്. അത്രേ അതിനകത്ത് അർത്ഥം നമുക്ക് പറയാൻ സാധിക്കും. ഒരാൾ ചോദിച്ചിരിക്കാം, explain sufferings. There are sufferings in the world for unbelievers. What's the difference? എന്തുകൊണ്ട് ലോകത്ത് കഷ്ടമുണ്ടാകുന്നു? ഇത് മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ചൊന്ന് സംസാരിച്ച വിഷയമാണ്. നമ്മൾ ഇന്നിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇത്തിരി പ്രയാസമായിരിക്കും. We will see that അവസാനത്തെ 3 വാക്യങ്ങൾ നമ്മൾ next day we will see again. Okay. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. God bless you all. See you on Monday.